തവണയെ ഓതേണ്ടതുള്ളൂ കേട്ടോ. ഒറ്റ തവണ ഓതിയാൽ മതി. ഒരു ദിവസം ഒരു തവണയാണ് ഓതേണ്ടത്. എന്താ കാര്യം? പിറ്റന്നാൾ നിങ്ങൾ ഏതൊരു സമയത്താണോ ഇന്ന് പുലർച്ചെ, ഇനി പുലരാനിരിക്കുന്ന നാളെ അല്ലേ, നിങ്ങൾ ഏതൊരു സമയത്താണോ പാരായണം ചെയ്തത്, മറ്റന്നാൾ ആ സമയം വരെ ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ തൊട്ട് നിങ്ങൾ പ്രതിരോധ ശക്തി നേടിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത് ആത്മീയത പറയുന്ന സദസ്സാണ്. ആത്മീയമായ രോഗശാന്തിയെ പരിചയപ്പെടുത്താൻ, ലളിതമായ രൂപത്തിൽ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു സദസ്സാണ്. മരുന്ന് സേവ കൊണ്ട് പരാജയപ്പെട്ടു പോയ സമൂഹത്തിന്റെ മുമ്പിൽ ഇതൊരു വലിയ പരിഹാരമായി തീരട്ടെ. അപ്പൊ രോഗം ശിഫയാവാൻ രണ്ടാമതായി രോഗി ഖുർആനിൽ നിന്നും പറയേണ്ട വാക്ക് വലംനാ അൻഫുസന. ഒന്നാമത്തെ വാക്ക് റബ്ബന, ഒന്നാമത്തെ വാക്ക് റബ്ബന, രണ്ടാമത്തെ വാക്ക് വലംനാ അൻഫുസന. ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് ദുൽമ ചെയ്തു പോയി. അപ്പൊ ഈ മനുഷ്യന് ഖേദം വരികയാണ്. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ഈ വചനം പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ സങ്കടം വരും. എത്ര നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ശരീരമായിരുന്നു എന്റേത്. ഞാൻ എൻ്റെ അടുത്തൊക്കെ വരുന്ന രോഗികളോട് ചോദിക്കും, എത്ര വയസ്സുണ്ട്? 30, 40, 50 ഒക്കെ പറയും. എത്ര കാലമായി മുട്ടുവേദന തുടങ്ങിയിട്ട്? 5 കൊല്ലമോ അല്ലെങ്കിൽ 3 കൊല്ലമോ അല്ലെങ്കിൽ 2 കൊല്ലമോ അല്ലെങ്കിൽ 6 മാസമോ ഒരു പഴക്കം അവർ പറയും, ഒരു സമയം പറയും. അപ്പൊ ഞാൻ ചോദിക്കും, അതിനു മുമ്പ് വേദന ഉണ്ടായിട്ടില്ല. അപ്പൊ വേദന ഇല്ലാത്തൊരു കാലം നിങ്ങളുടെ കാൽമുട്ടിൽ ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇതൊരു പഠനവേദിയാണ്, ഇതൊരു തിരിച്ചറിവിന്റെ വേദിയാണ്. നിങ്ങളുടെ ശരീരത്തിൽ വേദനയില്ലാത്തൊരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ വേദനയില്ലാത്തൊരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അത് ഓർക്കാറുണ്ടോ? ഇപ്പൊ എത്ര കാലമായി കിടപ്പിലായിട്ട്? 10 കൊല്ലം. അതിനു മുമ്പോ എന്തുഷാറായി നടന്ന മനുഷ്യനാണ്, ഓടിച്ചാടി നടന്ന മനുഷ്യനാണ്, എല്ലാ കാര്യത്തിലും മുമ്പന്തിയിലായിരുന്നു, എപ്പോഴും സ്ഥിരോത്സാഹിയായിരുന്നു. 40 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലം ഇപ്പൊ കിടപ്പിലായി. ഈ കിടപ്പിലായ മനുഷ്യനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, 50 കൊല്ലം നിങ്ങളൊന്ന് ഓർമ്മിച്ചെടുക്കുമോ? 50 കൊല്ലം, 50 കൊല്ലത്തെ ജീവിതം ഓർമ്മിച്ചെടുക്കുമോ? ഉദ്ദേശിച്ച വഴികളിലൂടെ ഏത് സമയത്തും നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ലയോ? എല്ലാ ഭക്ഷണവും കഴിച്ചിട്ടില്ലയോ? ഏത് രുചിയും നീ ആസ്വദിച്ചിട്ടില്ലയോ? ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒന്നും പറ്റണില്ലല്ലേ? എന്തുകൊണ്ടായിരിക്കും? ചിന്തിച്ചാൽ രോഗം ശിഫയാവും. ഇങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് സന്മനസ്സില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ധൈര്യത്തോടെ രോഗിയായി തുടരാം. വേറെ പരിഹാരമില്ല. നിങ്ങളിൽ ശരിയായ രോഗശാന്തിയുടെ അവസ്ഥ വന്നു കയറണമെങ്കിൽ തൗബ വേണമെന്ന് ഞാൻ പറഞ്ഞു. തൗബ വേണമെന്ന് ഞാൻ പറഞ്ഞു. തൗബ വേണമെന്ന് ഞാൻ പറഞ്ഞു. പ്രമേഹം വിട്ടു പോവണമെങ്കിൽ, ഹൃദ്രോഗം വിട്ടു പോവണമെങ്കിൽ, അസ്ഥിരോഗം വിട്ടു പോവണമെങ്കിൽ, ഏതു മാരകമായ രോഗം വിട്ടു പോവണമെങ്കിലും നീ തൗബ ചെയ്യണം. തൗബയിലേക്കുള്ള നിന്റെ തുടക്കമാണ് വലംനാ അൻഫുസന. തെറ്റു ചെയ്തു എന്ന് തോന്നാത്ത ഒരാൾക്ക് തൗബ ചെയ്യാൻ തോന്നുമോ? ഇവിടെ ശ്രദ്ധിക്ക്, ഞാനൊരു തെറ്റുകാരനാണ് എന്ന് തോന്നാത്ത ഒരാൾ സോറി പറയില്ലല്ലോ. പറയില്ല. ക്ഷമിക്കണേന്ന് പറയില്ല. ഞാൻ തെറ്റ് ചെയ്തു എന്നറിയാത്ത ഒരാൾ എങ്ങനെയാ ക്ഷമിക്കണമെന്ന് പറയുക? എത്ര നല്ല ഘടനയിലാണ് വിശുദ്ധ ഖുർആൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ ശരീരത്തോട് ദുൽമ ചെയ്തു പോയി എന്നിട്ട് പറയാ, രോഗം മാറാനുള്ള വിശുദ്ധ ഖുർആനിലെ 3ാമത്തെ പ്രയോഗം വഇല്ലം തഗ്ഫിർ ലനാ. അടുത്ത പ്രയോഗം അതാണ്. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ. ഇങ്ങനെ പറയാതെ രോഗം ശിഫയാകുമെന്ന് കരുതണ്ട കേട്ടോ. രോഗി അള്ളാഹിനോട് പറയാണ്, നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ.
പുറത്തു തരണമെന്ന് വാക്ക് ഇയാൾക്ക് വരാൻ കാരണം എന്താണ്? ഇയാൾക്ക് ഒരറിവ് കിട്ടി, ഞാൻ എൻ്റെ ശരീരത്തോട് ദുൽമ ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിവ്. ഈ ശരീരത്തിനൊരു ഉടമസ്ഥനുണ്ട്, അല്ലാഹുവാണ്. ഈ ശരീരത്തിന്റെ പരിപാലകനെ പഠിക്കാൻ വേണ്ടി ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടു. ഈ ശരീരത്തിന്റെ പരിപാലകനെ പഠിക്കാൻ ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് നാട്ടുകാരൊക്കെ കൂടി ദുനിയാവെന്ന് യാത്രയാക്കി, നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് സുഗന്ധമൊക്കെ പൂശി തോളത്തേറ്റിയിട്ട് ഇയാളെ നാട്ടിൽ നിന്ന് യാത്രയാക്കി. അങ്ങനെ ഖബറിൽ കൊണ്ടുവച്ചു. ചോദ്യം നമ്പർ 1, ഒന്നാമത്തെ ചോദ്യം മനപ്പാടാണ് നിങ്ങൾക്ക്. ആരാ നിന്റെ കരള് പരിപാലിച്ചത്? ആരാ നിന്റെ കിഡ്നി പരിപാലിച്ചത്? ആരാണ് നിന്റെ തലച്ചോറിനെ പരിപാലിച്ചത്? ഇങ്ങനെയല്ല ഉദ്ദേശം എന്ന് പറയാൻ പറ്റുന്ന ഒരു ആലിം, ഒരു പണ്ഡിതൻ, ഒരു ഖുർആൻ അറിയുന്ന ആള് നിങ്ങൾ കൊണ്ടുവരുമോ? മൻ റബ്ബുക? നിന്നെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചത് രക്ഷിതാവിനെ പഠിക്കാൻ. ഖബറിൽ കൊണ്ടുവച്ച ഉടനെ ചോദ്യം, ആരാണ് നിന്റെ പരിപാലകൻ? എന്റെ വിഷയത്തിന്റെ ഇന്നത്തെ തുടക്കം, ശരീരത്തിന്റെ പരിപാലകനെ മറന്നവർക്കേ രോഗം വരൂ. ശരീരത്തിന്റെ പരിപാലകനെ മറന്നവർക്കേ രോഗം വരൂ. ശരീരത്തിന്റെ പരിപാലനം മറന്നുപോയാൽ സംഭവിക്കുന്ന അപകടമാണ് ജീവന്റെ ശക്തി കുറയൽ. ഇവിടെ ശ്രദ്ധിക്കും നിങ്ങൾ. ശരീരത്തിന്റെ പരിപാലകനെ മറന്നുപോയാൽ സംഭവിക്കുന്ന അപകടത്തിന്റെ പേരാണ് ജീവന് ശക്തി കുറയൽ. നിങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ജീവന് ശക്തി കുറയൽ. ജീവന്റെ ശക്തി കുറയുന്ന അവസ്ഥക്ക് നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് രോഗം. ജീവൻ തന്നെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് മരണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ജീവന് ശക്തി കുറയുമ്പോൾ രോഗം, ജീവൻ ഇല്ലാണ്ടാവുമ്പോൾ മരണം. മനസ്സിലായോ? പെണ്ണുങ്ങൾക്ക് മനസ്സിലായോ ഇത്? ജീവന് ശക്തി കുറയുമ്പോൾ, ശരിക്കും ശ്രദ്ധിക്കവിടെ, ഇത് പഠിക്കണം. ജീവന് ശക്തി കുറയുമ്പോൾ രോഗം, ജീവൻ ഇല്ലാണ്ടാവുമ്പോൾ മരണം. ജീവന് ശക്തി കുറയുന്നതിന്റെ ആദ്യ കാരണം ജീവനെയും ജീവനിലൂടെ ശരീരത്തെയും പരിപാലിക്കുന്ന അല്ലാഹുവിനെ മറക്കൽ. മറന്നില്ലെങ്കിലോ ശിക്ഷാരോഗം വരില്ല. ഞാൻ പറഞ്ഞു വന്നത്, അമ്പിയാക്കളല്ലാത്തവർക്ക്, ഔലിയാക്കളല്ലാത്തവർക്ക്, സ്വാലിഹീങ്ങളല്ലാത്തവർക്ക് പരീക്ഷണ രോഗം വരില്ല. അള്ളാഹു പരീക്ഷണ രോഗം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം വേറെ. ശിക്ഷാന്റെ പരിപാലകനെ പഠിക്കാൻ വേണ്ടി ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടു. ഈ ശരീരത്തിന്റെ പരിപാലകനെ പഠിക്കാൻ ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് നാട്ടുകാരൊക്കെ കൂടി ദുനിയാവെന്ന് യാത്രയാക്കി, നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് സുഗന്ധമൊക്കെ പൂശി തോളത്തേറ്റിയിട്ട് ഇയാളെ നാട്ടിൽ നിന്ന് യാത്രയാക്കി. അങ്ങനെ ഖബറിൽ കൊണ്ടുവച്ചു. ചോദ്യം നമ്പർ 1, ഒന്നാമത്തെ ചോദ്യം മനപ്പാടാണ് നിങ്ങൾക്ക്. ആരാ നിന്റെ കരള് പരിപാലിച്ചത്? ആരാ നിന്റെ കിഡ്നി പരിപാലിച്ചത്? ആരാണ് നിന്റെ തലച്ചോറിനെ പരിപാലിച്ചത്? ഇങ്ങനെയല്ല ഉദ്ദേശം എന്ന് പറയാൻ പറ്റുന്ന ഒരു ആലിം, ഒരു പണ്ഡിതൻ, ഒരു ഖുർആൻ അറിയുന്ന ആള് നിങ്ങൾ കൊണ്ടുവരുമോ? മൻ റബ്ബുക? നിന്നെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചത് രക്ഷിതാവിനെ പഠിക്കാൻ. ഖബറിൽ കൊണ്ടുവച്ച ഉടനെ ചോദ്യം, ആരാണ് നിന്റെ പരിപാലകൻ? എന്റെ വിഷയത്തിന്റെ ഇന്നത്തെ തുടക്കം, ശരീരത്തിന്റെ പരിപാലകനെ മറന്നവർക്കേ രോഗം വരൂ. ശരീരത്തിന്റെ പരിപാലകനെ മറന്നവർക്കേ രോഗം വരൂ. ശരീരത്തിന്റെ പരിപാലനം മറന്നുപോയാൽ സംഭവിക്കുന്ന അപകടമാണ് ജീവന്റെ ശക്തി കുറയൽ. ഇവിടെ ശ്രദ്ധിക്കും നിങ്ങൾ. ശരീരത്തിന്റെ പരിപാലകനെ മറന്നുപോയാൽ സംഭവിക്കുന്ന അപകടത്തിന്റെ പേരാണ് ജീവന് ശക്തി കുറയൽ.
നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് ജീവന് ശക്തി കുറയൽ, ജീവന്റെ ശക്തി കുറയുന്ന അവസ്ഥക്ക് നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് രോഗം. ജീവൻ തന്നെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് മരണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ജീവന് ശക്തി കുറയുമ്പോൾ രോഗം, ജീവൻ ഇല്ലാണ്ടാവുമ്പോൾ മരണം. മനസ്സിലായോ? പെണ്ണുങ്ങൾക്ക് മനസ്സിലായോ ഇത്? ജീവന് ശക്തി കുറയുമ്പോൾ, ശരിക്കും ശ്രദ്ധിക്കവിടെ, ഇത് പഠിക്കണം. ജീവന് ശക്തി കുറയുമ്പോൾ രോഗം, ജീവൻ ഇല്ലാണ്ടാവുമ്പോൾ മരണം. ജീവന് ശക്തി കുറയുന്നതിന്റെ ആദ്യ കാരണം ജീവനെയും ജീവനിലൂടെ ശരീരത്തെയും പരിപാലിക്കുന്ന അല്ലാഹുവിനെ മറക്കൽ. മറന്നില്ലെങ്കിലോ ശിക്ഷാരോഗം വരില്ല. ഞാൻ പറഞ്ഞു വന്നത്, അമ്പിയാക്കളല്ലാത്തവർക്ക്, ഔലിയാക്കളല്ലാത്തവർക്ക്, സ്വാലിഹീങ്ങളല്ലാത്തവർക്ക് പരീക്ഷണ രോഗം വരില്ല. അള്ളാഹു പരീക്ഷണ രോഗം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം വേറെ, ശിക്ഷാരോഗം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം വേറെയാണ്. ശിക്ഷാരോഗം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം വേറെയാണ്, പരീക്ഷണ രോഗം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം വേറെയാണ്. ഇതൊക്കെ ഇമാമിങ്ങളുടെ അധ്യാപനങ്ങളാണ്. وَمَن يَعْمَلْ سُوءًا يُجْزَى بِهِ. കർമ്മം ചീത്തയാകുമ്പോഴാണ് അതിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്നത്. ഇത് തിരിച്ചറിയാണ് ഒരു അടിമ, തിരിച്ചറിയുകയാണ്. രോഗമായി കിടക്കുമ്പോ, വേദന സഹിക്കാൻ പറ്റാതെ കിടക്കുമ്പോഴാണ് ഇത്രയും കാലം വേദനയില്ലാതെ പരിപാലിച്ച ഒരാൾ, ഇത്രയും കാലം വേദനയില്ലാതെ എന്നെ പരിപാലിച്ച എന്റെ രക്ഷിതാവ്, അപ്പൊ ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലായി, എന്റെ രക്ഷിതാവിനെ മറന്നു, ഇപ്പൊ ഖേദം പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാ, ഇല്ലം തഗ്ഫിർ ലനാ, ഞാൻ എന്റെ മനസ്സിനോടും എന്റെ ശരീരത്തോടും ചെയ്ത തെറ്റിന് നീ പൊറുത്തു തന്നില്ലെങ്കിൽ, നീ എനിക്ക് പൊറുത്തു തന്നില്ലെങ്കിൽ. അപ്പൊ രോഗം മാറാൻ അല്ലാഹു പൊറുക്കണമെന്ന് വന്നു. പിടികൂടിയ രോഗം അല്ലാഹു ശിഫയാക്കി തരാൻ അല്ലാഹു നിനക്ക് പൊറുത്തു തരണം എന്ന് വന്നു. വഇല്ലം തഗ്ഫിർ ലനാ, വഇല്ലം തഗ്ഫിർ ലനാ, നീ എനിക്ക് പൊറുത്തു തന്നില്ലെങ്കിൽ. ഇവിടെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും പല സദസ്സിലും പറഞ്ഞത് ഇവിടെയും ആവർത്തിക്കുകയാണിത് പഠിക്കേണ്ടതുള്ളത് കൊണ്ട്. ചില ആളുകൾക്ക് രോഗം ഭേദമാവാത്തത് മനസ്സിൽ ചില ചിന്തകൾ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്, ചില പകകളും വൈരാഗ്യങ്ങളും സൂക്ഷിക്കുന്നത് കൊണ്ടാണ്, ചില തീർത്താലും തീരാത്ത ഇടപാടുകളുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് ചില ആളുകൾക്ക് രോഗം മാറാത്തത്. നിങ്ങളിൽ ഒരാൾ എന്നോട് ദ്രോഹം ചെയ്തു എന്ന് വെക്കുക, നിങ്ങളിൽ ഒരാൾ എന്നോട് ദ്രോഹം ചെയ്തു, എനിക്ക് നിങ്ങളുടെ മനസ്സൊന്ന് പോണില്ല. നിങ്ങൾ പറയും, എനിക്ക് ഉറക്കം കിട്ടുമോ? ഉറക്കം കിട്ടൂല. നിങ്ങൾ പറയും, എനിക്ക് ഉറക്കം കിട്ടൂല. എന്തുകൊണ്ടാ കിട്ടാത്തെ? നിങ്ങൾ എന്നോട് ചെയ്തത് എന്റെ മനസ്സ് നിങ്ങളുടെ നീങ്ങുന്നില്ല. ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട എത്ര ആളുണ്ടെന്ന് അറിയോ നിങ്ങൾ? ഞാൻ എൻ്റെ രോഗികളോട് സ്വകാര്യമായിട്ട് പറയാറുണ്ട്, പലരുടെയും അസ്വസ്ഥത കാണും. എനിക്കറിയാം, ഇയാളുടെ മനസ്സിൽ കുറേ ആളോടുള്ള ദേഷ്യമുണ്ട്, കുറേ ആളുടെ വാശിയുണ്ട്, കുറേ ആളുടെ വൈരാഗ്യമുണ്ട്, കുറേ ആളുടെ പക തീർക്കാനുണ്ട്. ചാൻസ് കാത്തുക്കാണ്, മനസ്സിലായില്ലേ? ചാൻസ് കാത്തുക്കാണ്. അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് സൂക്കേട് മാറൂല. കാരണം അയാളുടെ നെഞ്ഞുമേലെ തീ കടണം. രോഗം മാറാൻ ആദ്യം ശരീരത്തിൽ തീ കടണം, അഗ്നി ഇല്ലാണ്ടാവണം. ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരം മനുഷ്യ ശരീരത്തിലെ അഗ്നിയെ നീക്കലാണ് രോഗം ശിഫയാവാനുള്ള കാരണം. രോഗം നീങ്ങാനുള്ള ശരിയായ വഴി മനുഷ്യന്റെ ശരീരത്തിൽ വർദ്ധിച്ചു വരുന്ന ചൂടിനെ കുറച്ചു കൊണ്ടുവരുത്താം. മിക്ക രോഗങ്ങളുടെയും ലക്ഷണമായി പനി പ്രകടമാവുന്നത്, ഒന്ന് ശ്രദ്ധിക്കണേ,
പല മാരകമായ രോഗങ്ങളുടെയും ലക്ഷണമായി ശരീരത്തിൽ ചൂട് പ്രകടമാവുന്നത് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. പല രോഗത്തിന്റെയും ബാഹ്യപ്രകടനമായി ചൂട് ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? അവിടെയാണ് മുത്തനബി പറഞ്ഞത് ഫബരിദൂഹാ ബിൽ മാഇൽ ബാരിദ്, തണുത്ത വെള്ളം ചൊരിക്കണേ. ഇതൊരു സാങ്കേതിക പ്രയോഗമാണ്. ശരീരം തണുപ്പിക്കാനുള്ള ദിക്റും ശരീരം തണുപ്പിക്കാനുള്ള ചിന്തയും ശരീരം തണുപ്പിക്കാനുള്ള മരുന്നും കൊടുക്കണേ. അല്ലാണ്ട് തണുത്ത വെള്ളം തലയിൽ ഒഴിക്കലല്ല. രോഗം ശിഫയാവാൻ തണുത്ത വെള്ളം തലയിൽ ഒഴിക്കല് എന്നല്ല ഉദ്ദേശം. ശരീരത്തിൽ പ്രകടമാവുന്ന ചൂടുകളെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ മനസ്സുകളിൽ ആരോടെങ്കിലും പകയോ വെറുപ്പോ വിദ്വേഷമോ വാശിയോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ, രോഗം ഭേദമാവണമെന്ന പൂതിയുണ്ടെങ്കിൽ, അതുകൊണ്ടാ പറയണത്, രോഗം ഭേദമാവണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, സഹിക്കവയ്യാതെ വേദനകൾ ഇനിയും വേണ്ട എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വയറിന്റെ പുകച്ചലൊന്നും താങ്ങാൻ പറ്റുന്നില്ല എന്ന പേടിയുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ദേഷ്യവും വാശിയൊന്നും കൂടുതലുള്ള വയറുപോച്ചൽ നിൽക്കേ ചെയ്യില്ല, ഒരിക്കലും നിൽക്കൂല. അത് ശരിക്കും മനസ്സിലായിക്കോളി. മുട്ടുവേദന പിന്നെ ഒരിക്കലും മാറില്ല. ദേഷ്യം, വാശി, തർക്കം, വൈരാഗ്യം, പകമനസ് ഉള്ളവർക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ, മുട്ടുവേദന ഉള്ളവർക്കൊക്കെ ഈ മനസ്സുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, മുട്ടുവേദന വന്നവർക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇതൊരു പ്രത്യേക രീതിയാ പ്രിയപ്പെട്ടവരെ. ലോകത്ത് പലതും വിഭിന്നമാണ്. ഇതൊരു പ്രത്യേക രീതിയാണ്. നമുക്ക് നമ്മുടെ ദീർഘായുസ്സാണ് ആവശ്യം, നമുക്ക് നമ്മുടെ ആഫിയത്താണ് ആവശ്യം. അവന്റെ അറിവില്ലായ്മ കൊണ്ട് അവൻ നമ്മോട് തെറ്റ് ചെയ്തു, ശരിയാ. അവളുടെ വിവരക്കേട് കൊണ്ട് അവള് നമ്മളോട് തെറ്റ് ചെയ്തു, ശരിയാ. പക്ഷെ എനിക്ക് നിലനിൽക്കണം, എനിക്ക് മുന്നോട്ട് പോവണം, എന്റെ വേദന ഇല്ലാണ്ടാവണം, എന്റെ രോഗം ശിഫയാവണം. അതിന് അള്ളാഹു പൊറുക്കണം, അള്ളാഹു പൊറുക്കണം. അള്ളാഹുവിനോട് നീ പൊറുക്കലിനെ തേടുമ്പോൾ നീ നിന്റെ ചുറ്റുമുള്ളവർക്ക് പൊറത്തു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, എന്നെ കൊണ്ട് കഴിയില്ല. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ മാതൃക ഉണ്ട്. നിരന്തരം ആക്രമിച്ചവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടിരിക്കുക, എന്നിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കുക, എന്നിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കുക. കല്ലെറിഞ്ഞവർക്ക്, വെള്ളം ചോദിച്ചപ്പോ കൊടുക്കാത്തവർക്ക്, കഅബത്തിന്റെ താക്കോല് ചോദിച്ചപ്പോ തരാത്തവർക്ക്, സമാധാനത്തോടെ ജീവിക്കാൻ 10-13 കൊല്ലം അനുവദിക്കാത്തവർക്ക് നിരന്തരം പുറത്തു കൊടുത്ത് ശീലമുള്ള ഒരു ദൂതരെ, പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന് ശിഫ കിട്ടും.